ഒക്ടോബർ മാസം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുള്ള മാസമാണ്. മാതാവിൻ്റെ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ അമ്മയുള്ളത് കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ പോകുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇതുപോലൊരു പാർക്കിംഗ് ലോട്ടിൽ വണ്ടി നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാനാണെങ്കിൽ ഇതുപോലെ നല്ല കുഞ്ഞ് 2 ടോയ്ലറ്റ്സ് ഉണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ ടോയ്ലറ്റിലൊക്കെ പോയി അതിന് ശേഷം ഞങ്ങൾ ചേട്ടനും ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഗുഡ്സായിട്ട് പോകുന്നവരും അതുപോലെ തന്നെ ട്രിപ്പിനും അങ്ങനെ കാര്യങ്ങൾ പോകുന്നവരെല്ലാവരും ഇവിടെ പാർക്ക് ചെയ്യും വണ്ടിയൊക്കെ. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ലൂർദിലേക്ക് ഡ്രൈവ് ചെയ്തില്ല. ആ ദിവസം ടയറിങ് ആവണ്ടെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ഒരു ഹോട്ടൽ ദിസ് വോൾക്കാൻസ് എന്ന് പറഞ്ഞിട്ട് ചാൻസ് എന്ന് പറഞ്ഞൊരു സിറ്റി ഫ്രാൻസിൽ അവിടെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് റിലാക്സ് ചെയ്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ലൂർദിലേക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 3 hours ഉണ്ട് ലൂർദിലേക്ക് ഇവിടെ നിന്ന്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ നമ്മൾ എഴുന്നേറ്റു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണിത്. പിന്നെ നമ്മൾ അത്യാവശ്യം തലേദിവസം കുറച്ച് ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ലൂർദിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച് സ്റ്റേ ചെയ്ത ആ ഒരു റൂം. നമ്മളും ചേട്ടനും ഫാമിലി 2 റൂം എടുത്തിട്ടാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുറത്തേക്ക് നമ്മളൊരു 8 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പം. ഇപ്പോൾ രാവിലെ ഇതാണ് രാവിലെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ. അതിന് ശേഷം നമ്മൾ ഒരു 3 to 4 hours ജേർണി ആയിരുന്നു ലൂർദിലേക്ക്. അപ്പോൾ നമ്മൾ ലൂർദ് പള്ളിയിലെത്തിയതാണ്. ലൂർദ് മാതാവിൻ്റെ പള്ളി. ഇതിനപ്പുറത്ത് തന്നെയാണ് ഗ്രോട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പള്ളിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ഒരു ഏരിയ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുഞ്ഞ് ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് റൂമിലേക്ക് ഒന്ന് പോയി. അതിന് ശേഷം വൈകിട്ടാണ് നമ്മൾ പള്ളിയിലേക്കും ഗ്രോട്ടോയിലും അടുത്തേക്ക് പോയത്. ഈ ഒരു കേവാണ് പരിശുദ്ധ മാതാവ് 1858 ഇപ്പോഴത്തെ വിശുദ്ധയായിട്ടുള്ള ബെർണാഡത്തെ സൗബിറസിന് വിശുദ്ധയുടെ 14ാമത്തെ വയസ്സിലാണ് ആ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. 18 തവണയായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ചില്ലിട്ട സ്ഥലത്താണ് ആ ഒരു വെള്ളം ഒഴുകുന്നൊരു നീരുറവയുള്ളത്. അവിടെ വിശുദ്ധയോട് അന്ന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവിടെ ഒരു ഡീപ്പായിട്ടൊരു കുഴി ഉണ്ടാക്കി അതിൽ നിന്ന് അവിടെ ലഭ്യമാകുന്ന വെള്ളം
കുടിക്കാൻ അന്ന് മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കിത് പല ഭാഗങ്ങളിലും അവിടെ നിന്നുള്ള വെള്ളം നമുക്ക് പൈപ്പിലൊക്കെ കളക്ട് ചെയ്യാം. അവിടെ വരുന്ന തീർത്ഥാടകർക്ക് നമുക്ക് ആർക്കായാലും ഇത് കുടിക്കാം, കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു വിശ്വാസം. അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ. അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വേണം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് രാത്രി അവിടുത്തെ ഒരു വ്യൂ ആണ് മാതാവിൻ്റെ. അപ്പോൾ അധികം നേരം അവിടെ വീഡിയോ എടുത്ത് കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ ഗ്രോട്ടോടെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ കുറേ തിരികൾ വെച്ചിട്ടുണ്ടാവും. നമുക്കത് വാങ്ങാം. അതുപോലെ തന്നെ അതവിടെ നമുക്ക് കത്തിക്കാം. Au cours de l'apparition du mardi 2 mars 1858, la dame demande à la jeune Bernadette Soubirous d'aller dire aux prêtres que l'on vienne ici en procès. അനുഗ്രഹപ്രദമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊരു കാര്യമാണ് അവിടുത്തെ ടോർച്ച് ലൈറ്റ് പ്രൊസഷൻ വൈകുന്നേരങ്ങളിലുള്ളത്. അത് നമ്മുടെ ഏപ്രിൽ മാസം മുതൽ, അതായത് ഈസ്റ്ററിന് ശേഷം മാതാവിനുള്ള ഒരു ഏപ്രിൽ മാസം മുതൽ ഏറ്റവും അവസാനം വരെ എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ളൊരു ടോർച്ച് ലൈറ്റ് പ്രൊസഷൻ ഉണ്ടാകും. എല്ലാവരും കൈകളിൽ തിരിയൊക്കെ കത്തിച്ച് എല്ലാ രഹസ്യങ്ങളും ചൊല്ലി മാതാവിനുള്ള ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു സമയം നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൊസഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1863 ഒരു കപ്പൂച്ചിൻ അച്ഛനായിട്ടുള്ള മരി ആൻ്റോണി എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. മാതാവ് 3ാമത്തെ തവണ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ബെർണാഡറ്റയുടെ കയ്യിലൊരു തിരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെർണാഡറ്റയുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ കൂടെയും അതിന് ഒരു സൂചകമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊസഷൻ തന്നെ അന്ന് അച്ഛൻ 1863 തുടങ്ങി വെച്ചത്. ഇത് വളരെ ഒരു അനുഭവമായിട്ടുള്ളൊരു പ്രൊസഷൻ തന്നെയായിരുന്നു. ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഒരുപാട് രോഗികൾ, വയ്യാത്ത രോഗികൾ ഈ ഒരു പ്രൊസഷനിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ കൂടെ പങ്കെടുക്കും. പിന്നെ നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങൾ നമുക്കിതിലൂടെ പറയാം. സോ ഇന്ന് നമ്മൾ ഈവനിങ്, അതായത് ലൂർദിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ, നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ആ ഷോപ്പിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഈവനിങ് കാഴ്ചകൾ. ഇത് അതിൻ്റെ അടുത്തുള്ള മാരി സെയിൻറ്റ് ഒരു ചേർച്ചാണ്. തലേദിവസം പ്രൊസഷനെല്ലാം കഴിഞ്ഞ് പോന്ന് ഡിന്നറൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ നമുക്ക് തമിഴ് മാസം ഉണ്ടായിരുന്നു. അത് അർപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ ഈ കാണുന്നൊരു സ്ഥലത്ത് അധികം വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളവിടെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അവിടെ. എന്നിട്ട് നമുക്ക് പരിശുദ്ധ വെള്ളം കൊണ്ട് നമുക്ക് ഇവിടെ മുഖവും കൈയൊക്കെ കഴുകാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പരിശുദ്ധ ബസിലിക്കയുടെ, ലൂർദ് ബസിലിക്കയുടെ ആ മുൻവശവും അവിടുത്തെ ആ ഒരു നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറും അവിടുത്തെ പണ്ടത്തെ ആ ഗോത്തിക് സ്റ്റൈലിലുള്ള വർക്കുകളൊക്കെയാണ്. നല്ല മനോഹരമാണ് പള്ളി കാണാനായിട്ട്. ഇപ്പോൾ ഇത് പള്ളിയുടെ ഉൾവശമാണ്. ഞാൻ വിശുദ്ധ കുർബാനയുടെ സമയത്തല്ല ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ആ സമയത്ത് അത് അലൗഡ് അല്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇത് ലാസ്റ്റ് ഡേ ലൂർദിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ രാവിലെ തന്നെ ഇവിടുത്തെ ഫ്രഞ്ച് മാക്രോൺസ് ഭയങ്കര സ്പെഷ്യലാണല്ലോ, ഫേമസ് ആണല്ലോ. അപ്പോൾ ഇവിടെയാണല്ലോ മാക്രോണിൻ്റെ ആ ഒരു ജനനം. അപ്പം ഞാൻ രാവിലെ തന്നെ പോയിട്ട് ഫ്രഞ്ച് മാക്രോൺസും 1-2 ക്രോസോയിൻസും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്.